ഒരു സായാഹ്ന സുന്ദരമായ പഞ്ചാബിലെ ഈവനിങ് കണ്ടാലോ? ഞങ്ങളുടെ അടുത്തുള്ള ടൗണിൽ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പോയി വരുന്ന വഴിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സിമ്രാൻ പറഞ്ഞത് നമുക്കിവിടെ ഇറങ്ങി കോളിഫ്ലവർ ചോദിക്കാമെന്ന്. അവിടെ കോളിഫ്ലവർ 2-3 പേര് ചേർന്ന് വിളവെടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ആട്ടോ കാണുന്നത്. എന്ത് രസമല്ലേ നമ്മുടെ സൂര്യൻ, നമ്മുടെ സൺസെറ്റിൻ്റെ സമയവും എല്ലാം കൂടി ആയപ്പോൾ. അപ്പം അവർ ഞങ്ങൾക്കൊരു മീഡിയം സൈസിലുള്ള 2 കോളിഫ്ലവർ തന്നു. അത് കഴിഞ്ഞ് സിമ്രാൻ പാലക്കും ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കോളിഫ്ലവർ വിളവെടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പാലക്ക് ലീവ്സ് ഉണ്ട്, നിങ്ങൾ പറിച്ചെടുത്തോളാൻ പറഞ്ഞ് സിമ്രാൻ അവിടെ നിന്ന് കത്തിയെടുത്ത് പറിക്കുന്ന കേട്ടോ കാണുന്നത്. നോക്കിയാൽ ഫ്രഷ് കോളിഫ്ലവർ. ഇവിടെ പഞ്ചാബിലെ ഒരു ഭയങ്കര പ്രത്യേകതയാണ് ഇങ്ങനെ സീസണലായിട്ട് ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിളവെടുക്കുന്നത്. നല്ല രസമാട്ടോ. കണ്ടോ, അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു സൈഡ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്രാന് കുറേ പാലക്ക് കിട്ടി. വീട്ടിൽ ചെന്നിട്ട് പാലക്ക് കൊണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഡൗ ഉണ്ടാക്കി നമ്മുടെ പനീർ പറാട്ട ഉണ്ടാക്കാനുള്ള പ്ലാനാട്ടോ സിമ്രാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയാണ് പാലക്ക് പറിച്ചെടുക്കുന്നത്. സിമ്രാൻ നല്ല അടിപൊളിയായിട്ട് പറാട്ട ഉണ്ടാക്കും കേട്ടോ. വിവിധ തരത്തിലുള്ള പറാട്ടകൾ, അടിപൊളി ടേസ്റ്റാണ്. ഫ്രഷ് പാലക്. ഓക്കെ, ദൂരെ നിങ്ങൾ മസ്റ്റർഡ് കാണുന്നില്ലേ? ഇപ്പം മസ്റ്റർഡിൻ്റെ സീസണുമാണ്. ഇതിൻ്റെ ഇല വെച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഒരു സാഗ് എന്ന് പറഞ്ഞൊരു സബ്ജി ഉണ്ടാക്കും. അതിനകത്ത് നമ്മുടെ മേത്തി ലീഫ്, പാലക്ക്, നമ്മുടെ ഈ മസ്റ്റർഡിൻ്റെ ഇല, അങ്ങനത്തെ ഇലവർഗ്ഗങ്ങളെല്ലാം ഇട്ടാക്കുന്നു കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ സിമ്രാൻ്റെ വീട്ടിലത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൊണ്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾ തടുക്കിയാക്കിയിട്ട് ഞങ്ങൾക്ക് ആക്കി തരും. അടിപൊളി ടേസ്റ്റാണ്. മക്കിക്ക് റൊട്ടി, നമ്മുടെ കോൺഫ്ലോറിൻ്റെ റൊട്ടിയിലാണ് അവരത് വിൻ്ററിൽ കൂടുതലും കഴിക്കുന്നത്. നമ്മൾ കാശ്മീർ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി സൈഡിലിറങ്ങി മക്കിക്ക് റൊട്ടിയും സാഗം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ആദ്യത്തെ സാഗ് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. സിമ്രാൻ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അവിടെ അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കണം എന്നുള്ള പ്ലാനുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമാണ് ഞങ്ങളെടുത്തത്. അപ്പോൾ വരുന്ന വഴിയൊക്കെ നിങ്ങൾ കല്യാണ മണ്ഡപങ്ങളാണ് കേട്ടോ കണ്ടത്. ഇനി ഞങ്ങൾ നേരെ സ്റ്റേഷനിലെത്തി. അവിടെ എത്തി ഞങ്ങൾക്ക് പോയ കാര്യങ്ങളും മേടിച്ച കാര്യങ്ങളും എല്ലാം സോർട്ട് ചെയ്ത് വെച്ച് ഞങ്ങളുടെ ദിനചര്യയിലോട്ട് ഞങ്ങൾ കടന്നു. പിന്നെ പനീർ പറാട്ട ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ നല്ല നെയ്യിലൊക്കെ ഇട്ട് മൊരിച്ച് നല്ല അടിപൊളിയാക്കി തരും. ഓക്കെ, ബൈ, സീ യു.